കൂട്ടുകാരെ ഇഷ്ടം മാത്രം പുത്തൻ പ്രൊമോയില് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മഹേഷും ഇഷിതയും തമ്മിൽ കണ്ടുമുട്ടുന്ന നിമിഷങ്ങള്. അപ്പൊ നമ്മുടെ മഹേഷ് നമ്മുടെ ഇഷിതയോട് പറയുന്നുണ്ട്, നിങ്ങളൊരു നല്ലൊരു ഡോക്ടറാണ്, കുട്ടികളുടെ രോഗം വരുമ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാം എന്ന് നിങ്ങൾക്ക് നല്ലോണം അറിയാം. പക്ഷെ ഒരു കുട്ടിയുടെ മനസ്സ് ആരോടാണ് സ്നേഹം, ആരോടൊപ്പം നിൽക്കാനാണ് താല്പര്യം എന്നുള്ളതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ത്രാണിയേ നമുക്ക് കഴിയുകയില്ല എന്ന് നമ്മുടെ മഹേഷ് നമ്മുടെ ഇഷിതയുടെ മുഖത്ത് നോക്കി പറയുന്ന രംഗങ്ങളാട്ടോ. അപ്പൊ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഇഷിത ഇപ്പോഴും കട്ടക്കലിപ്പിലാണ്. മഹേഷ് അനുഭവിച്ച് തീർന്നിട്ടില്ല, ഇനിയും അയാൾ അനുഭവിക്കുന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഇഷിത വീണ്ടും കലിപ്പിലാണ്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ചിപ്പുമോള് നമ്മുടെ മഹേഷുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ മഹേഷിനെ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. അപ്പൊ നമ്മുടെ ആകാശ് നമ്മുടെ രചനയോട് പറയുന്നുണ്ടെന്ന്, ഇനി ചിപ്പുമോൾ ഒരിക്കലും ചിപ്പുമോളുടെ ഡാഡിയെ കാണില്ല, അങ്ങനത്തെ അവസ്ഥയായിരിക്കണം വരുത്താൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചിപ്പുമോളാണെങ്കിൽ നമ്മുടെ രചനയുടെ ഫോണോ ആരുടെയൊക്കെയോ ഫോണ് എന്താ പറയുക ഒളിച്ചെടുത്ത് നമ്മുടെ മഹേഷിനെ വിളിക്കുന്നുണ്ട്. അപ്പം മഹേഷിനെ വിളിച്ച് ഡാഡി എന്ന് വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ രചന അത് കാണുകയും ഫോൺ ഇങ്ങനെ തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കുകയും ചെയ്യുന്ന രംഗങ്ങളാട്ടോ കാണുവാൻ സാധിക്കുന്നത്. അതിന് പിന്നാലെ നമ്മുടെ മഹേഷ് ഇഷിതയും വീണ്ടും കണ്ടുപിടുത്തേണ്ട രംഗമായിട്ട് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്, ഇടയ്ക്കൊക്കെ നിങ്ങളോടൊരു ഇഷ്ടം തോന്നിയിരുന്നു, ഇഷ്ടം മാത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പോകുമ്പോൾ നമ്മുടെ ഇഷിത ഇങ്ങനെ കരയുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണാൻ സാധിക്കും. നമ്മുടെ മഹേഷിന്റെ മനസ്സ് ഇഷിതയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ, നമ്മുടെ ചിപ്പിമോളുടെ മനസ്സ്, നമ്മുടെ രചനയുടെ ചതി, ഇതൊക്കെ നമ്മുടെ ഇഷിത എപ്പോഴായിരിക്കും മനസ്സിലാക്കാൻ പോകുന്നത് അല്ലെ?